എന്തായാലും നമ്മൾ പറയാതെ അങ്ങ് തീർന്നു കിട്ടി. അല്ല, എന്നാലും ഇതെങ്ങനെ? അതാ എനിക്ക് ഒട്ടും ആലോചിച്ചിട്ട് മനസ്സിലാവും. ജാതകം തെറ്റി നീ ആരുടെ കല്യാണം നടത്തിയെന്നാ പറഞ്ഞേ? പെങ്ങടെ. ബെസ്റ്റ്. അങ്ങനെ ദിവസങ്ങളും കടന്നുപോയി. ഒരുപാട് ആലോചനകളൊക്കെ വന്നു. അതുപോലെ മുടങ്ങി. എൻ്റെ കാലിൻ്റെ ഒടിവൊക്കെ ഏതാണ്ട് നേരെയായി. അങ്ങനെ ഇരിക്കും ഒരു ദിവസം. ഹലോ ഹലോ സർ, ഞാൻ കൃഷ്ണ മാരേജ് ബ്യൂറോയിൽ നിന്നാണ്. നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടല്ലോ. സാറിന്റെ ജാതകത്തിന് ചേരുന്ന ഒരു ജാതകം വന്നിട്ടുണ്ട് സർ. പെൺകുട്ടിയുടെ ഫോട്ടോയും ഡീറ്റെയിൽസും മെയിൽ ചെയ്തിട്ടുണ്ട്. സാറൊന്ന് നോക്കിയിട്ട് വിളിക്കുവോ? ഓക്കെ, വിളിക്കാം. ഹലോ, ഇത് ശരിക്കും നിങ്ങൾ നോക്കിയിരുന്നോ? അല്ല, ഈ ജാതകങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം? സർ, ഞങ്ങൾ നോക്കിയതാണ്. പെർഫെക്റ്റ് മാച്ച് ആണ് സർ. ഓ, ഓക്കെ. ഞാനെടുത്ത ഫോട്ടോ അല്ലേ ഇത്? എന്നാലും ഇതെങ്ങനെ സംഭവിച്ചു? അന്ന് അവിടെ വെച്ച് എനിക്കൊരു കാര്യം മനസ്സിലായി. ഈ കൈയൊടിയാനും കാലൊടിയാനും ജനിക്കാനും മരിക്കാനും പിന്നെ കല്യാണം കഴിക്കാനും ഒക്കെ ഒരു സമയമുണ്ട്. അല്ലെങ്കിൽ പിന്നെ 5-6 മാസം മുമ്പ് കള്ളത്തരത്തിൽ ഞാൻ നടത്താൻ നോക്കിയ കല്യാണം ഇങ്ങനെ സത്യസന്ധമായി നടക്കുമോ? അപ്പൊ താൻ ഈ കല്യാണം നടത്തുന്നതിന് മുമ്പ് ജാതകം ഒന്ന് നോക്കിയില്ലായിരുന്നോ? ചില ചോദ്യങ്ങൾ ഇങ്ങനെയാ, ഉത്തരം പറയാൻ പറ്റില്ല. ഈ വരാന്തയിലുള്ള ഓരോരുത്തർക്കുമുണ്ട് ഓരോരോ കഥകൾ. ഒന്നെനിക്കറിയാം, ഞാനിവിടെ വരാനുണ്ടായ കാരണം ജാതകം. ഞാനത് മാത്രമേ നോക്കൂ.